പാലക്കാട് കഞ്ചിക്കോടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ KSEB. നിലവിലെ കാറ്റാടി യന്ത്രങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്വകാര്യ മേഖലയുമായി 25 വർഷത്തെ കരാർ ഉണ്ടാക്കാനാണ് KSEB തീരുമാനം. സ്വകാര്യ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങുന്നതിനും KSEB കരാർ ഉണ്ടാക്കും. കാറ്റാടികളുടെയും ജനറേറ്ററുകളുടെയും കാലാവധി 2020 അവസാനിച്ചിരുന്നു. സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി. സാജിദ്, ഈ കാറ്റാടി പദ്ധതി നവീകരിക്കുന്നതിന് പുതിയ കരാർ ഉണ്ടാക്കുകയാണ്. ആ കരാറിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, 1995 സംസ്ഥാനത്തെ ആദ്യ ഈ കാറ്റാടിപ്പാടമാണ് കഞ്ചിക്കോട് ഉള്ളത്. ഇതാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ KSEB തീരുമാനിച്ചിട്ടുള്ളത്. 225 കിലോ kV ഈ വൈദ്യുതി ഉൽപാദനം നടക്കുന്ന കാറ്റാടിപ്പാടമാണ്. ഇത് KSEB നേരിട്ട് നടത്തിയിരുന്നതാണ്. എന്നാൽ 2020 കൂടി ഇതിൻ്റെ ഈ ഏതാണ്ട് പ്രവർത്തനക്ഷമമല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ഇത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിനാണ് സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് KSEBയുടെ വിശദീകരണം. എന്തായാലും ഇതിൻ്റെ കരാർ പ്രവർത്തനങ്ങളിലേക്ക് KSEB കടക്കുന്നതേ ഉള്ളൂ. ഈ സ്വകാര്യ മേഖലയിലുള്ള ആളുകൾ ഈ വിൻഡ് മില്ലുകളും അതോടൊപ്പം തന്നെ ജനറേറ്ററുകളും ഉൾപ്പെടെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇത് അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ KSEBക്ക് നൽകാൻ കഴിയുന്ന ആളുകളെയാണ് ഈ ടെൻഡറിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ടെൻഡറിൽ വിവിധ കമ്പനികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഈ KSEBക്ക് ലാഭം ഉണ്ടാകുന്ന തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും 2020 മുതൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു കാറ്റാടിപ്പാടമാണ് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഈ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് KSEBയുടെ വിശദീകരണം. ഇത് KSEB നേരിട്ട് നടത്തണമെങ്കിൽ അതിന് വലിയ സാമ്പത്തിക ചിലവ് വേണ്ടിവരും. അതുകൊണ്ടാണ് ഈ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് എന്നും KSEB പറയുന്നു. ശരി സാജി.